ലേണേഴ്സ്, വെൽക്കം ബാക്ക് ടു ദി വേൾഡ് ഓഫ് ഇംഗ്ലീഷ്. എടാ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ എല്ലാവരും വന്നിട്ടുണ്ടാവുക തമ്പിൽ കണ്ട പ്രഡിക്ഷൻ എന്താണെന്ന് വിചാരിച്ചിട്ടായിരിക്കും. ഈ വരുന്ന ഓണം എക്സാമിന് 10ാം ക്ലാസ്സിന്റെ ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ കാണാൻ പോകുന്ന അപ്രിസിയേഷന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമെൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ആയിരിക്കും. എഴുതി വെച്ചോ. യെസ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ലൈൻസ് തന്നിട്ടായിരിക്കും നമ്മളോട് എന്ത് അപ്രിസിയേഷൻ ചോദിക്കാം. ഈ ലൈൻസ് എന്ന് ആയിക്കോണമെന്നില്ല, എന്തായാലും ഈ ഒരു ചാപ്റ്ററിൽ തന്നെ നിങ്ങളോട് ചോദിക്കുള്ളൂ. ഈ ഒരു സ്പീച്ചിൽ തന്നെ നിങ്ങളോട് എന്ത് ചെയ്യുള്ളൂ, ആ ഒരു സാധനം ചോദിക്കുള്ളൂ. ഇനി നമുക്ക് അങ്ങനെ കിട്ടുകയാണെങ്കിൽ അതിന്റെ ക്വസ്റ്റ്യൻ ശരിക്കും മനസ്സിലാക്കി വെച്ചോ. ഫോക്കസിങ് ഇറ്റ്സ് പെർസൂസീവ് ടെക്നിക്, ടോൺ, ലിറ്റററി ഡിവൈസ്, ഇതെന്തെല്ലാം യൂസ് ചെയ്തിട്ടുണ്ടെന്ന് എഴുതണം. കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്രിസിയേഷൻ എഴുതുന്ന സമയത്ത് നമുക്ക് കിട്ടിയിട്ടുള്ള വരികളുടെ അപ്രിസിയേഷൻ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി വെക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ സാർ അതിൻ്റെ കൃത്യമായ ഒരു അപ്രിസിയേഷൻ സാറിൻ്റെ കയ്യിൽ ശരിക്കും നോക്കിക്കോളാം. ഇവിടെ കൊടുത്തിട്ടുള്ളത് ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമെൻ എന്നുള്ള വൺ ഓഫ് ദ മോസ്റ്റ് സ്പീച്ചാണ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ. ഭയങ്കര ഫേമസ് ആയ ഒരു സ്പീച്ചാണ്. ഈ സ്പീച്ച് പറയുന്നത് മാർക്ക് ആന്റണി ആണ്. അത് ജൂലിയോസ് സീസറിന്റെ ശവസംസ്കാര ചടങ്ങിലാണ് സംസാരിക്കുന്നത്. ഈ ചാപ്റ്ററിന്റെ മെയിൻ തീം, ഈ ഒരു സ്പീച്ചിന്റെ മെയിൻ തീം എന്ന് പറയുന്നത് എന്താണ്? ലോയലിറ്റി, ഫ്രണ്ട്ഷിപ്പ്, ദ പവർ ഓഫ് സ്പീച്ച്, ഇൻഫ്ലുവൻസ് ഓഫ് പീപ്പിൾ എന്നുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ ആന്റണി എന്ത് ചെയ്യുന്നുണ്ട്, വളരെ ബുദ്ധിപരമായ വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ തിരിച്ചറിയിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. സീസർ വാസ് നോട്ട് അംബീഷ്യസ്. സീസർ എന്ന് പറഞ്ഞ വ്യക്തി എന്തല്ല, അംബീഷ്യസ് അല്ല എന്നുള്ള ഒരു റിയാലിറ്റി ജനങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പുഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഇൻജക്ട് ചെയ്യുന്നുണ്ട്. ആര്? നമ്മളുടെ സ്വന്തം മാർക്ക് ആന്റണി. അതാണ് ഇതിൽ പറയുന്നത്. ഈ സ്പീച്ചിന്റെ ടോൺ എന്ന് പറയുന്നത് എന്താണ്? കാം ആൻഡ് റെസ്പെക്ട്ഫുൾ, ഇമോഷണൽ, പവർഫുൾ എന്നാണ്. ഭയങ്കര സമാധാനപരമായിട്ടുള്ള ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു പവർഫുൾ സ്പീച്ച് ആണെന്ന് പറയുന്നുണ്ട്. ആന്റണി സ്ലോലി ട്രൂത്ത്, അതായത് ആന്റണി വളരെ സ്ലോ ആയിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ജനങ്ങളുടെ ചിന്തയെ മാറ്റിമറിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതിൽ ഷേക്സ്പിയർ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പൊയറ്റിക്കൽ ഡിവൈസും റിട്ടോറിക്കൽ ഡിവൈസും യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒരുപാട് റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ കിട്ടണം എന്നില്ല ആ ചോദ്യത്തിന്. ചോദിക്കുന്ന ആള് ആവശ്യം എന്തില്ല, ആൻസർ കിട്ടണം എന്നുള്ള ആവശ്യമൊന്നുമില്ല, വെറുതെ അങ്ങോട്ട് ചോദിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതിൽ യൂസ് ചെയ്തൊരു സാധനമാണ് വെർബൽ ഐറണി എന്ന് പറയുന്നത്. പറയുന്ന വാക്കുകൾ ഒന്ന് വേറെയും അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന അർത്ഥം ഒന്ന് വേറെയുമായിരിക്കും. അതിൽ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് മക്കളെ. പൊയറ്റിക് ഡിവൈസ് യൂസ് ചെയ്തിട്ടുണ്ട്. ബ്രൂട്ടസ് ഈസ് ആൻ ഹോണറബിൾ മാൻ എന്നുള്ളതാണ്. ഒരു ഐറണിയാണ്, കോൺട്രാസ്റ്റ് ആണ്. പറയുന്ന കാര്യം അതാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഉദ്ദേശിക്കുന്ന മീനിങ് കേട്ടോ. ഒരു ഇമോഷണൽ അപ്പീൽ മേക്ക് സ്പീച്ച് എഫക്റ്റീവ് എന്ന് പറയുന്നുണ്ട്. ഈ സ്പീച്ച് എന്തിനെ കാണിക്കുന്നു? പവർ ഓഫ് ലാംഗ്വേജ്, ലാംഗ്വേജിൻ്റെ പവറിനെ കാണിക്കുന്നു. ടു ചേഞ്ച് ഹേർട്സ് ആൻഡ് മൈൻഡ്സ് എന്ന് പറയുന്നുണ്ട്. ഹൃദയങ്ങളെയും മൈൻഡിനെയും മാറ്റുന്ന ഒരു ഭയങ്കര പവർഫുൾ ആയ ഒരു സ്പീച്ച് ആണെന്ന് പറയുന്നുണ്ട്. ആന്റണീസ് ഇന്റലിജൻസ്, ആന്റണിയുടെ ആ ഒരു ഇന്റലിജൻസ്, ബുദ്ധി, സിൻസിയറിറ്റി മേക്ക് ദ സ്പീച്ച് മെമ്മോറബിൾ ആൻഡ് മൂവിംഗ് എന്ന് പറയുന്നുണ്ട്. ഭയങ്കര അടിപൊളിയായിട്ട് എല്ലാവരുടെയും മനസ്സിൽ നിലനിൽക്കുന്ന ഒരു സ്പീച്ച് ആയിട്ട് മാറുന്നു. വേർഡ്സ് ക്യാൻ ബി മോർ പവർഫുൾ ദാൻ വെപ്പൺസ്, വാക്കുകൾ എന്ന് പറയുന്നത് ആയുധങ്ങളെക്കാൾ മൂർച്ചയുള്ളതാണെന്ന് പറയുന്നുണ്ട്. ഇതാണ് നമ്മുടെ അപ്രിസിയേഷൻ. മക്കളെ നിങ്ങൾ ശരിക്കും എഴുതി വെക്കാം. കാണുമ്പോൾ പോയം പോലെയാണെങ്കിലും ഇതൊരു സ്പീച്ച് ആണെന്നുള്ള കാര്യങ്ങൾ ആദ്യം റിയലൈസ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് കേട്ടോ. പിന്നെ ഇനി നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു പോയത്തിന്റെ എഴുതുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് എന്താ, ഇങ്ങനെ 2 കോളം നിന്നിട്ട് നിങ്ങളോട് എന്ത് ചെയ്യും, ബ്രൂട്ടസ് പറയുന്ന കാര്യം, മാർക്ക് ആന്റണി പറയുന്ന കാര്യം, അല്ലെങ്കിൽ ഇതുപോലെ ഒരു കോളം ബേസ്ഡ് ആയിട്ട് നിങ്ങളോട് എന്തായാലും ഒരു പാരഗ്രാഫിന്റെ ക്വസ്റ്റ്യൻ നാളെ നിങ്ങളുടെ എക്സാമ്പിൾ ചോദിച്ചിരിക്കുന്ന കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട. ശരിക്കും പഠിച്ചു വെച്ചോ. അതും ചോദിക്കുന്നത് ഈ ചാപ്റ്റർ തന്നെ ആയിരിക്കും. ഓക്കെ, അതായത് നമുക്കിത് ബ്രൂട്ടസ് പറഞ്ഞ കാര്യവും മാർക്ക് ആന്റണി പറഞ്ഞ കാര്യവും, ബ്രൂട്ടസ് ആരെക്കുറിച്ച് പറഞ്ഞ കാര്യം, നമ്മുടെ ജൂലിയസ് സീസറിനെ കുറിച്ച് പറഞ്ഞ കാര്യം ഇവിടെ ഉണ്ട്, മാർക്ക് ആന്റണി പറഞ്ഞ കാര്യം ഇവിടെ ഉണ്ട്. ഇത് രണ്ടും ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ ആരുടെ പ്രസംഗമാണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് എന്തായിട്ടുള്ളത്, കൺവിൻസിങ് ആയിട്ടുള്ളത്, നമ്മൾ എന്ത് ചെയ്യണം, അടിപൊളിയായിട്ട് എഴുതണം. നോക്കിക്കോടാം. ഇൻ ദർ ഫ്യൂണറൽ സ്പീച്ച് ബ്രൂട്ടസ് ആൻഡ് മാർക്ക് ആന്റണി പ്രസന്റ് ഒപ്പോസിംഗ് ആർഗ്യുമെന്റ്സ് റിഗാർഡിംഗ് ജൂലിയസ് സീസർ ഡെത്ത് ത്രൂ ഷാർപ്ലി കോൺട്രാസ്റ്റിംഗ് റിട്ടോറിക്കൽ ടെക്നിക്സ്. റിട്ടോറിക്കൽ ടെക്നിക്സ് പറഞ്ഞാൽ ജനങ്ങളോട് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കും. പക്ഷേ ഈ ചോദിക്കുന്ന ഇവർക്ക് എന്തില്ല, ജനങ്ങൾ ഉത്തരം പറയണമെന്ന് ആഗ്രഹമൊന്നുമില്ല. അവരവരുടെ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്രൂട്ടസ് യൂസസ് ഡയറക്റ്റ് ആൻഡ് റേഷണൽ അപ്രോച്ച്. ബ്രൂട്ടസ് എന്താണ്, ഭയങ്കര ഡയറക്റ്റ് ആയിട്ടാണ് ആ ക്വസ്റ്റ്യൻസ് ചോദിച്ചത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ജസ്റ്റിഫൈ അസാസിനേഷൻ, നമ്മുടെ ബ്രൂട്ടസ് ആണ് ശരിക്കും ആരെ കൊന്നത്, ജൂലിയസ് സീസറിനെ കൊന്നിട്ടുള്ളത്. പക്ഷേ അദ്ദേഹം അല്ല എന്നിങ്ങനെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷേ ഫ്രെയിമിംഗ് ഇറ്റ് ആൻ ആക്ട് ഓഫ് സിവിക് ഡ്യൂട്ടി ആൻഡ് ലവ് ഫോർ റോമൻ ഫ്രീഡം ഔട്ട് വെയ്ഡ് ഹിസ് പേഴ്സണൽ അഫെക്ഷൻ ടു സീസർ എന്ന് പറയുന്നുണ്ട്. അതുമാത്രമല്ല, ഹി പ്രസന്റ് സീസർ അംബീഷൻ ആസ് ആൻ അബ്സല്യൂട്ട് ഫാക്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ മക്കളെ ഇവിടെ പറയുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. സീസറിനെ കൊന്നതിന് ശേഷം ബ്രൂട്ടസിനെ രാജാവാകണം. അതിന് വേണ്ടിയിട്ടാണ് ബ്രൂട്ടസ് എന്ത് ചെയ്തത്, സീസറിനെ കൊന്നത് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, എത്രയുള്ള കാര്യങ്ങൾ സെറ്റാക്കി വെക്കാം. പിന്നെ അതേപോലെ ഇൻസ്റ്റെഡ് ഓഫ്, അത് കൂടാതെ ഡയറക്ട്ലി കോൺട്രാഡിക്റ്റിംഗ് ബ്രൂട്ടസ് എന്ന് പറയുന്നുണ്ട്. നമ്മുടെ മാർക്ക് ആന്റണി ബ്രൂട്ടസ് എന്താണോ പറഞ്ഞത് ആ ബ്രൂട്ടസിനെ ഡയറക്റ്റ് ആയിട്ട് ഒപ്പോസ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം പറയാം കേട്ടോ. ആന്റണി എംപ്ലോയ്സ് പവർഫുൾ വെർബൽ ഐറണി, വാക്കുകൾ കൊണ്ട് പറയുന്ന കാര്യങ്ങളൊന്നും ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മറ്റൊന്നുള്ള ഒരു സംസാരം. ദാറ്റ് ഈസ് കോൾഡ് വെർബൽ ഐറണി. ഡബിൾ മീനിങ് എന്നൊക്കെ പറയില്ലേ, ഉദ്ദേശിക്കുന്ന പറഞ്ഞ സാധനം ഒന്നായിരിക്കും പക്ഷേ വേറെ ഒന്നായിരിക്കും എൻ്റെ മീനിങ് കേട്ടോ. എന്താണെങ്കിലും
Through this clever blend of factual refutation, sarcasm, Antony systematically turns the crowd against conspirators while appearing main in respectful tone എന്ന് പറയുന്നുണ്ട്. അതായത് അവസാനം ജനങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ സീസറിനെ കൊന്നത് ബ്രൂട്ടസും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളുമാണെന്ന് മനസ്സിലാവുന്നുണ്ട്. അത് മനസ്സിലാക്കി കൊടുക്കുന്നത് ആരാണ്? മാർക്ക് ആന്റണി അദ്ദേഹത്തിന്റെ സ്പീച്ചിലൂടെയാണ്. മക്കളെ ശരിക്കും മനസ്സിലാക്കിക്കോ. SLC ഓണം എക്സാം ഇംഗ്ലീഷിൽ നാളെ നിങ്ങളോട് 2 കോളം നിന്നിട്ട് ഒരു കമ്പാരിസൺ പാരഗ്രാഫ് ചോദിക്കുന്ന ഒരു അടിപൊളി ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ട്സ് റോമൻസ് കൺട്രിമെൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ആയിരിക്കും. ശരിക്കും പഠിച്ചു വെച്ചോ. മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ എല്ലാവരും സാധാരണ ചോദിക്കാറുണ്ട്, നമ്മുടെ കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻ. അതായത് നമുക്ക് കുറച്ച് പോയത്തിന്റെ വരികൾ തരുന്നത് എന്ത് ചെയ്യും, അതിൽ നിന്ന് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കും. അങ്ങനെയുള്ള ആ ഒരു പോയം കോംപ്രിഹെൻഷനും ചോദിക്കുന്നത് സാർ വീണ്ടും പറയുന്നു, അത് ഫ്രണ്ട്സ് റോമൻസ് കൺട്രിമെൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ആയിരിക്കും. പഠിച്ചു വെച്ചോ, സെറ്റ് ആക്കിക്കോ. യെസ്, അതാണ് നമ്മുടെ ഇന്നത്തെ പ്രഡിക്ഷൻ എന്ന് പറയുന്നത്. മക്കളെ 3 ക്വസ്റ്റ്യൻ സാറ് പറഞ്ഞു. അപ്രിസിയേഷൻ പറഞ്ഞു, അതേപോലെ തന്നെ ഒരു കോളം നിന്നിട്ട് പാരഗ്രാഫ് എഴുതാൻ പറയും, അതുപോലെ തന്നെ കോംപ്രിഹെൻഷൻ പറയും, അതും സാറ് പറഞ്ഞു. മക്കളെ ഇതിൻ്റെ ഒക്കെ ആൻസർ ഇന്ന് രാത്രിയുടെ 7 പ്രഡിക്ഷൻ ലൈവിൽ നമ്മൾ സെറ്റ് മസ്സ ആക്കി നിങ്ങൾക്ക് തരും മക്കളെ. അത്രേ പറയാനുള്ളൂ. ഇനിയാണ് നമ്മുടെ ക്രൂഷ്യൽ സാധനം ഉള്ളത്. അതാണ് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സാധനമാണ് മക്കളെ, നമ്മുടെ സ്വന്തം ആ ഒരു ക്യാരക്ടർ സ്കെച്ച് എന്ന് പറയുന്നത്. ക്യാരക്ടർ സ്കെച്ചിന് ഒരുപാട് സാധ്യതകൾ നമ്മുടെ മുന്നിലുണ്ട്. അതായത് കഴിഞ്ഞ വർഷത്തെ നമ്മളുടെ ഓണം എക്സാമിന് PYQ, അതായത് നമ്മുടെ ഓണം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട ആ ഒരു സാധനം കഴിഞ്ഞ വർഷം ചോദിച്ചത് ഏഞ്ചലാണ്. ഏഞ്ചൽ അല്ലെങ്കിൽ ഓൾഡ് മാൻ എന്ന് പറയും. ആ ഒരു ഓൾഡ് മാൻ്റെ ക്യാരക്ടർ സ്കെച്ച് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഓൾഡ് മാൻ എന്ത് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ ഈ വർഷം ചോദിക്കൂല എന്ന് നമുക്ക് ഡയറക്റ്റ് അങ്ങോട്ടേക്ക് പറയാൻ പറ്റില്ല. എന്നാൽ നമ്മളൊന്ന് നോട്ട് ചെയ്യേണ്ട ഒരു ക്യാരക്ടർ തന്നെയാണ്. പക്ഷേ ഇത് കഴിഞ്ഞ വർഷം ചോദിച്ച് കഴിഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. ചിലപ്പോൾ മേ ബി നിങ്ങളോട് വീണ്ടും ചിലപ്പോൾ എന്ത് ചോദിക്കും, ഏഞ്ചലിൻ്റെ ക്യാരക്ടർ അല്ലെങ്കിൽ ഓൾഡ് മാൻ്റെ ചോദിച്ചേക്കാം. ഒരു ചാൻസ് ഉണ്ട്. ചിലപ്പോൾ നിങ്ങളോട് നാളെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്യാരക്ടർ സ്കെച്ച് ഏഞ്ചലിൻ്റെ ക്യാരക്ടർ സ്കെച്ച് ആയിരിക്കും. അത് നിങ്ങൾ ശരിക്കും പഠിച്ചു വെക്കാം. ഒരു ചാൻസ് ആണ് സാറ് പറയുന്നത്. പക്ഷേ കഴിഞ്ഞ വർഷം സർക്കാർ പുറത്തിറക്കിയ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മുടെ പെലായയുടെ ക്യാരക്ടർ സ്കെച്ച് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ വർഷം എന്ത് ചെയ്തിട്ടില്ല, ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ മേ ബി ഈ വരുന്ന നമ്മുടെ ഓണം എക്സാമിന് നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്യാരക്ടർ സ്കെച്ച് എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മുടെ പെലായയുടെ ക്യാരക്ടർ സ്കെച്ച് ആയിരിക്കും. നല്ല സാധ്യതയുണ്ട്. നിങ്ങൾ സെറ്റായിട്ട് പഠിച്ചു വെക്കാം. പിന്നെ നമ്മുടെ മുന്നിൽ കുറച്ച് ക്യാരക്ടർ സ്കെച്ചുകളുണ്ട്. സ്പിൽമെൻ ഉണ്ട്, ജർമ്മൻ ഓഫീസർ, ശ്രീകാന്ത് പിള്ള പാരൻസ്, ബബ്ലു കീവാത്ത്, ഗൗരി, ഇവരൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളോട് പറയുന്നത് ഇതൊക്കെ നമ്മളൊരു സാധ്യതയാണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള നമ്മുടെ പെലായോൻ്റെ ക്യാരക്ടേഴ്സ് നിങ്ങൾ നല്ലോണം പഠിച്ചു വെക്കാം. ഇനി ഇതിൽ നിന്നും ഏത് ക്യാരക്ടേഴ്സിനാണ് ബാക്കി കൂടുതൽ ചാൻസ് ഉള്ളത് സാർ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ശ്രീകാന്ത് പിള്ളയുടെ ക്യാരക്ടർ സ്കെച്ചും വ്ളാഡിസോ സ്പിൽമൻ്റെ ക്യാരക്ടർ സ്കെച്ചും നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കണം. ഐ തിങ്ക് 1 2 3 4 5 6 7 8 9 9 ക്യാരക്ടർ സ്കെച്ച് ഉണ്ട്. ഈ 9 1 2 3 4 ഏഞ്ചലും പെലായോവും സ്പിൽമനും ജർമ്മൻ ഓഫീസറും ശ്രീകാന്ത് പിള്ളയും. അപ്പോൾ 1 2 3 4 5 ക്യാരക്ടേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിങ്ങൾ എനിക്ക് തോന്നുന്നു പെലായോ വരാൻ ദർ വാസ് എ പോസിബിലിറ്റി. കാരണം മോഡലില്ലാതൊരു സാധനം ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്തുണ്ട്, ഒരു സാധ്യത നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ക്യാരക്ടേഴ്സ് നല്ലോണം സെറ്റായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക എന്നുള്ള മക്കളെ. അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത്. ഇനി ഇതിലും ഉഷാറായിട്ട് കൃത്യമായ പ്രഡിക്ഷൻ വേണോ, ഇന്ന് രാത്രി 7 പ്രഡിക്ഷൻ ലൈവിലേക്ക് വന്നോ, അവിടെ നമ്മൾ സെറ്റാക്കി തരും. അടിപൊളിയായിട്ട് നമ്മുടെ ലൈവിലേക്ക് വരിക, സെറ്റാക്കുക. ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക, ആ ലിങ്കിൽ കയറി ക്ലിക്ക് ചെയ്തുകൊണ്ട് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫൈ ചെയ്യാൻ അടിച്ചു വെച്ചോ. സാർ എന്ത് ചെയ്യാം, സാറും ഷാഫി സാറും കൃത്യം 7 ലൈവിൽ വരും. നമുക്ക് അവിടെ വെച്ച് കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു.